നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സുകാരാണ് BJPയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ ഹേമന്ത് ബിശ്വ ശർമ്മ അല്ലെങ്കിൽ SM കൃഷ്ണ, അങ്ങനെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, ജ്യോതിരാദിത്യ സിന്ധ്യ, അങ്ങനെ കുറേ നേതാക്കന്മാരൊക്കെ BJPയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന്. പക്ഷേ ആ ഒരു വിശ്വാസം നമ്മൾ CPM കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരൊക്കെ BJP പോകുമെന്നൊരു പറഞ്ഞ് പേടിപ്പിച്ച് അവരെ CPMന് വോട്ടെടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ CPM വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ വസ്തുതകൾ വെച്ച് പഠിച്ചാൽ ഇത് വലിയ യാഥാർത്ഥ്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു മുൻ മന്ത്രി ഈ BJPയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് വിശ്വനാഥ മേനോനാണ്. അദ്ദേഹം AK നായർ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നെ ആദ്യമായിട്ടൊരു MLA BJPയിൽ പോകുന്നതും ഇടതുപക്ഷ MLA ആയ ശ്രീ അൽഫോൺസ് കണ്ണന്താനം എന്ന പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്താണ്. അതിനേക്കാൾ അപ്പുറം 2019 ലോക്സഭാ ഇലക്ഷനിൽ ശബരിമല എന്ന വലിയൊരു ഇഷ്യൂ BJPക്ക് കേരളത്തിൽ പിടിച്ചു കയറാൻ ഇട്ടുകൊടുത്തതും CPM ആണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ നമ്മൾ സഖാക്കളുടെ പ്രൊഫൈൽ കണ്ടതാണ്. അത് ഒരു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രശ്നമാണ്, കോടതി ഇടപെട്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ ഗീർവാണങ്ങൾ സഖാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ശബരിമലയിൽ CPMൻ്റെ ഇലക്ഷൻ പരാജയത്തോടുകൂടി CPMന് മനസ്സിലായി. CPM ആ സംഗതിയിൽ നിന്ന് പതുക്കെ പിന്മാറുകയാണ് ഉണ്ടായത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പർപ്പസ്ഫുള്ളി CPM BJPയും തമ്മിലുള്ള അന്തർധാരയായിരുന്നു. ശബരിമല ഇഷ്യൂ 2019 ലോക്സഭാ ഇലക്ഷനിൽ ഇട്ടുകൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു വോട്ട് വിഹിതം BJPക്ക് കേരളത്തിൽ അന്ന് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ മണ്ഡലമായ ആറ്റിങ്ങലിലൊക്കെ 2,80,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്. അത് ശബരിമല ഇഷ്യൂ കത്തി നിന്ന തെക്കൻ കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് അത് വളരെ വലിയ പങ്കാണ് വഹിച്ചതെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഓരോ ഇഷ്യൂ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ തിക്തഫലങ്ങൾ. പക്ഷെ അത് ഞാൻ ഉൾപ്പെടുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർ CPMൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിമിക്കുകളിൽ പെട്ട് എപ്പോഴും CPMന് അനുകൂലമായി വോട്ടിടുന്ന ഒരു സമ്പ്രദായമാണുള്ളത്. വേറൊന്നുകൂടി ഞാൻ പറയാം. ഇപ്പോൾ കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത BJP ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഒക്കെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് സത്യം മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഈവൻ KSUക്കാർ പോലെ ആറ്റിങ്ങലും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ നേരെ ഡൽഹിയിലൊക്കെ പോവുകയാണ്. നമ്മൾ കണ്ടു അവിടെ KSU നേതാക്കന്മാരൊക്കെ ആപ്പിന് വേണ്ടിയും ഒക്കെ വോട്ട് പിടിക്കുന്നത്. എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈവൻ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും INDUCക്കാരും ഒക്കെ പോയി അവിടെ വോട്ട് പിടിക്കുകയാണ്. കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും അവർ തിരക്കിലാണ് നരേന്ദ്രമോദി എതിർക്കുന്നതിനും കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും. കോൺഗ്രസിൻ്റെ സൈബർ പ്രവർത്തകരൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പേജുകൾ പോയി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുവാൻ പാർട്ടി സൈബർ വിങ്ങുകൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇടതില്ലാതെ ഇന്ത്യയില്ല, ഇടതാണ് ഫാസിസത്തിനെതിരെയുള്ള ഫലപ്രദമായ പ്രതിരോധം എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇലക്ഷൻ കഴിഞ്ഞ് നേരെ ദുബായ് വഴി ഇന്തോനേഷ്യ വഴി ദുബായിലേക്ക് വിട്ടത്. കഴിഞ്ഞ ഇലക്ഷൻ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയ്ക്കാണ് പോയത് 2019 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. പക്ഷേ അത് ചികിത്സയ്ക്കായിരുന്നു എന്ന ഒരു വ്യത്യാസം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇന്തോനേഷ്യ വഴി ദുബായിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആത്മാർത്ഥത. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ വർഷങ്ങളോളം ഇങ്ങനെ ഇന്ത്യയിലോട്ട് നടന്ന് ഇന്ത്യയിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലും എത്തി ഫാസിസത്തിനെതിരായ ജനങ്ങളെ ബോധവത്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ തങ്ങളെ പ്രതിരോധിച്ച് നിർത്താൻ ശക്തവണ്ണം ഉള്ള ഒരാളാണ് എന്ന് കരുതുന്ന പിണറായി സാർ, അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ദുബായ് വഴി ഇന്തോനേഷ്യയിലേക്ക് വിട്ടിരിക്കുകയാണ്.
മറ്റൊന്ന് ഈ കോൺഗ്രസ് കാണിച്ച ആത്മാർത്ഥതയെ നമുക്ക് പറയാൻ പറ്റുന്നത് മുർഷിദാബാദ് എന്ന് പറയുന്ന സീറ്റാണ് പശ്ചിമ ബംഗാളിലെ. അവിടെ പശ്ചിമ ബംഗാളിലെ സ്റ്റേറ്റ് സെക്രട്ടറി മത്സരിക്കുന്ന സീറ്റാണ്. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തായിരുന്നു. എന്നിട്ടും അവിടെ BJPയെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ സീറ്റ് CPMന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഇതേ അവസ്ഥ രാജസ്ഥാനിലെ ഒരു സീറ്റുമുണ്ട്. ഒരു CPMന് വളരെ കുറച്ച് വോട്ടായിരുന്നു, 3ാമതോ 4ാമതോ ആണ് വന്നത്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്ത് BJPയുടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടും ഇത്തവണ ആ സീറ്റ് 2 വോട്ടുകളും കൂടി ചേർന്നാൽ BJPയെ പരാജയപ്പെടുത്താം എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ സീറ്റ് CPMന് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ CPMുമായി മിക്കപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കോൺഗ്രസ് തയ്യാറാകുന്നുണ്ട്, BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെ. പക്ഷേ CPM അങ്ങനെയല്ല. മിക്കപ്പോഴും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ കേരളത്തിനപ്പുറം ഒരു വിശാലമായ ഇന്ത്യ എന്ന വീക്ഷണമില്ലാതെ മിക്കപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സീറ്റ്, അവിടെ CPMൽ നിന്ന് DMK അത് പിടിച്ചെടുത്തു. എന്നിട്ട് CPMന് ഡിണ്ടിഗൽ എന്ന സീറ്റാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം DMK 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ, കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾക്ക് വിജയിക്കുന്ന സീറ്റ് CPM വിജയിച്ചു വന്ന കോയമ്പത്തൂരിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് കൊടുത്തു. കാരണം എന്താ, കോയമ്പത്തൂരിൽ മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയാണ്. ഒരുപക്ഷെ അവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കക്ഷി DMK ആണ്. DMK ആണ്. പക്ഷേ കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന CPM ആണ്. CPMും BJPയുമായി അവിടെ മത്സരിച്ചാൽ തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത CPMനെ BJPക്ക് പരാജയപ്പെടുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സീറ്റ് CPMൽ നിന്ന് DMK എടുക്കുകയും CPMന് അതിനേക്കാൾ മികച്ച 5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഡിണ്ടിഗൽ എന്ന സീറ്റ് കൊടുക്കുകയുമാണ് ചെയ്തത്.